ഗൈസ്, അപ്പോൾ നമ്മള് അങ്ങോട്ട് പോവാണ്. ഏതാ നമ്മള് പത്തനംതിട്ടയിലെ എക്സ്പോ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാണ്. കണാർ ഞാൻ വെളുത്ത നീ ഭയങ്കരമായിട്ട് വെളുത്ത് എന്ത് സുന്ദരനാണ് നീ. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്നു ഗൈസ്. ഇത് നമ്മുടെ വീടിന്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. പത്തനംതിട്ട ഫുള്ള് പിന്നെ ഇതാ അവിടെ കാണുന്ന ആ പാറ. അയ്യോ ഇനി കാണത്തില്ല, സോറി, പിന്നെ കാണിക്കാം. ഇന്ന് മൊത്തം നമ്മുടെ പത്തനംതിട്ട വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. പത്തനംതിട്ട ഒരു കാടല്ല, ഡെവലപ്മെന്റ് ജില്ലയാണ് എന്നുള്ള ഒരു സന്ദേശം നൽകാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഈ വ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിത്ത് കണാരൻ. കണ്ണൂര് പുരോഗമനം എന്തെന്ന് അറിഞ്ഞു വരുന്ന നാടായ കണ്ണൂരിന്റെ ഇതിനെക്കാട്ടും ഡെവലപ്ഡ് ആണ് കണ്ണൂർ. ബീച്ചുണ്ട്. എടാ ആ ഹൈവേ ഒന്ന് ഈ വർഷമെങ്കിലും നീയൊക്കെ ഒന്ന് ടാറിട്. വർഷങ്ങളായിട്ട് ഞാൻ അവിടെ വന്നത് എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുന്നേ നിന്റെ വീട്ടിൽ ആദ്യം വരുന്നത്. അന്ന് തൊട്ട് ആ റോഡ് അങ്ങനെ ഇന്ന് വരെ പണി ഇത്ര വർഷമാണ്, 4 വർഷം പണിയെടുക്കാൻ അങ്ങനെ ഒരു സ്ഥലം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്റെ വീടിന്റെ അടുത്തൊക്കെ ഭയങ്കര ആംബിയൻസ്, ഭയങ്കര സീനാണ് സ്ഥലം. സോ നമുക്ക് പോകുന്ന വഴി ബാക്കി കാര്യങ്ങൾ വന്നില്ലേ കണ്ണൂര്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ഇതാണിത്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. എന്താ പറ്റിയടാ? കേട്ടുക കഴിഞ്ഞ പോലെട്ടാ. കാരണം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇതാണ് നാരങ്ങ. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. എന്തുവാണ് ഇത്? കവളിൽ ഗുണ്ട് വെച്ച് പൊട്ടിച്ചത്. നിങ്ങൾ ഇത് ഏത് സിഗരറ്റ് വലിച്ചാലാണ് ഇങ്ങനെയാവുന്നത് എന്ന് പറഞ്ഞു തരണേ എനിക്ക്. അത് ക്യാൻസർ വന്നിട്ട്, അതായത് എന്നിട്ടും വലിച്ചുകൊണ്ടിരിക്കത്തില്ലേ, വായൊക്കെ പൊട്ടി തുടങ്ങുമ്പോഴും പിന്നെയും വലിക്കത്തില്ല. അങ്ങനെ കണ്ടിന്യൂസ് വലി അങ്ങനെ ആയിട്ടും കെയർ ചെയ്യാത്തവന്മാരാ. അങ്ങനെയുള്ളവരൊക്കെ ചാവണം. കണ്ട ഒരു കള്ളൊക്കെ പോലെ വന്നു. കണ്ട കറക്റ്റ് കള്ളാണ്, കറക്റ്റ് കള്ള കണ്ടാണ്. പക്ഷെ സാധനം അതല്ല, വേറെ ഐറ്റമാണ്. അപ്പോൾ എനിക്കുള്ള ഇവിടെ ഇരിക്കുന്നു. ഇത് സ്കോഡയുടെ ചിഹ്നമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഈ ചിഹ്നം, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ലോഗോ? ഇതൊരു ഫീനിക്സ് പക്ഷിയെ സൂചിപ്പിക്കുന്ന ലോഗോയാണ്. ഇതൊരു ആര് കണ്ടോ, അതായത് നമ്മൾ എത്ര ഇതുണ്ടായാലും കുതിച്ചു പറക്കും എന്നുള്ളതിന്റെ ചിഹ്നം ഉണ്ടോ. ഇത് ചിറക് അല്ലേ, അത് കണ്ണ്. കണ്ണില്ലെങ്കിൽ പോകാൻ പറ്റുമോടാ? അല്ല, അത് ചിറകിന്റെ മുകളിൽ കൊടുത്തിട്ട് എന്തിനാ പോകുന്നത്? അത് വിവരമുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ചില പൊട്ടന്മാർ മനസ്സിലാകത്തില്ല, അതിനു വേണ്ടി കൊടുത്തത്. കമ്പനിക്ക് പോലും അറിയാത്ത എക്സ്പ്ലനേഷൻ ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഏകദേശം കണാറിന്റെ കൺഫ്യൂഷൻ മാറിയെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഗോ ടു. സോ ഗൈസ്, നമ്മളിവിടെ വന്നു. ഇതാണ് എക്സ്പോ നടക്കുന്ന സ്ഥലം. നമ്മൾ വണ്ടി ഇനി പാർക്ക് ചെയ്യണം. പക്ഷേ പാറയുടെ കാര്യം പറഞ്ഞില്ലേ, അതാണ് ആ പാറ. അവിടെ നമുക്ക് കയറാൻ പറ്റും. ആ പാറയിൽ അവിടെ കയറാൻ പറ്റുന്നതാണ്, പക്ഷെ ഇപ്പോൾ പറ്റത്തില്ല. നമ്മൾ മറൈൻ എക്സ്പോ എന്ന് പറയുന്ന പരിപാടിയാണ് ഇത് നടക്കുന്നത്. മറൈൻ എക്സ്പോയ്ക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സോ അച്ഛനും ഇവിടെ ആദ്യമല്ലേ? ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ്. ഇവിടെ നമ്മളിത് ഒഴിവാക്കി വെച്ചിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് തിരക്കൊഴിഞ്ഞ് വരുന്നതാണ് എപ്പോഴും താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഇന്നാണ് നമ്മൾ ചൂസ് ചെയ്തത്. സോ 150 രൂപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പരിപാടികൾ ഇതൊക്കെയാണ്. ഇവരൊക്കെയാണ് അടുത്ത ദിവസം പരിപാടിക്ക് വരുന്നത്. 150 രൂപയുടെ ടിക്കറ്റ്. അപ്പൊ നമ്മള് അകത്തോട്ട് കയറുവാണ്. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. അത് അപ്പൊ നമ്മള് കയറി ഒക്ടോപ്പസിന്റെ മുകളിൽ. ഇവിടെ വൈറ്റ് ആണ് വരണ്ടേ. സോ ഗൈസ്, നമ്മള് ഇതിന്റെ മറൈൻ എക്സ്പോയുടെ എൻട്രൻസ് ആണിത്. അപ്പൊ നീരാളിയുടെ വായിക്കാത്തോട്ടാണ് നമ്മൾ കയറി പോണ്ടത്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് നോക്കാം അകത്ത് എന്തൊക്കെയാ പരിപാടി. പ്ലീസ് കാണാം. വിഷയം ഫുള്ള് കിളികളാണ് ആദ്യം തന്നെ. അമ്മേ, അത് വൈബ് കേട്ടാ, അത് വൈബ് കേട്ടാ. ഒരു അവതാർ വേൾഡ് പോലെ വേറൊരു വൈബ്. ഇത് അച്ഛൻ എക്സ്പെക്ട് ചെയ്തോ? ഈ സാധനം എക്സ്പെക്ട് ചെയ്തോ? ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. സംതിങ് ഗുഡ്. ഇവിടെ പലതരം കിളികൾ. അത് വിഷയം.
ഈ ബ്ലാക്ക് ഇട്ടിരുന്നത് അതിൽ കുറച്ച് ഇലകളും ഒക്കെ വെച്ചൊരു കാട് ആംബിയൻസ് ആക്കി വരുന്നത്. അതിലൊരു വാൾ സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി. അവിടെ നമുക്ക് ഓരോ മൃഗങ്ങളെ എടുത്ത് ദേഹത്തൊക്കെ ഇടാം. പാമ്പ്, പെരുമ്പാമ്പിന്റെ കുഞ്ഞിനെയൊക്കെ എടുത്ത് കഴുത്തിട്ടേക്കുന്നു. പെരുമ്പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തിടാം. അവിടെ മൃഗങ്ങളെ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ പേടിയുള്ള പാമ്പിനെയാണ്. പലതരം തത്ത. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാസ്ട്രോ ആയിരിക്കും. കാസ്ട്രോ ഇവിടെ വന്നാൽ ചിലപ്പോൾ ഇതിൽ ഒരെണ്ണത്തെ പൊക്കും. ഓക്കെ, കാസ്ട്രോയുടെ ഒക്കെ വീട്ടില് ഇതുപോലത്തെ കുറെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയത്തില്ല. നമ്മൾ കാരണം ഇതിന്റെ ഇത്രയും ഫോക്കസ്ഡ് അല്ലാത്തതുകൊണ്ട് അറിയത്തില്ല. കിസടിക്കുന്നത് സോഞ്ചേ അവിടെ പരിപാടി നടക്കാണ്. കറക്റ്റ് ചെയ്യാൻ അയ്യോ സെറ്റ് ചെയ്തിട്ട് പോയി റൂം എടുക്കാൻ പിടിക്കുന്ന പൈസ ഒന്ന് കൊടുത്താൽ എത്ര രൂപയാണ്? അത് കണാരനും പാമ്പിനെ പിടിക്കണം പറയുന്നു. കണാരൻ പാമ്പിനെ പിടിക്കാൻ പോണ്. അതിനെയാണ് എടുക്കാൻ പോകുന്നത്. കണാരനെ കറുത്ത താരത്തെ എടുക്കാൻ പോകുന്നത്. അത് ഇഗ്വാനി. അതെന്താ അത്? അതിന്റെ പേരെന്താ? അവൻ എടുക്കാൻ പോണ സാധനത്തെ വായിക്കാത്ത കൊണ്ട് എന്ത് എടാ ഒരുപോലെ ഇരിക്കുന്ന അവരുടെ മുഖം നോക്ക്. നീ നാക്കിയേ ലെതർ സീറ്റൊക്കെ പോയിരിക്കുന്നു. അവൻ റിവ്യൂ പറയുന്നത് ഇവൻ മറ്റേ സ്പൈഡർമാൻ വലിയ കാര്യത്തിന് മറ്റേ മെയിൻ കളിച്ചാണ്. കാറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനല്ല മെയിൻ കളിച്ച, അവനാ മെയിൻ കളിച്ച. കയ്യെ കയറി മാന്തിയിട്ടുണ്ട് കേട്ടാ. ചോദിച്ചോ നാളെ അവതാർ വേൾഡ് ഒന്നുമില്ല, വേറെ എന്തൊക്കെയോ ഇങ്ങനെ പൂവും പറയും. പക്ഷെ പൂവും പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. സൂര്യകാന്തി ചെറിയൊരു പരിപാടി, സൂര്യകാന്തി പൂ. ഇത് ചെറിയ ഉടായ്പാ. ഇത് ചെറിയൊരു ഉടായ്പ. അയ്യോ ഓ എടാ നിന്റെ ടീഷർട്ടിൽ കാണാൻ പറ്റും. തിരിഞ്ഞേ റൈന, തിരിഞ്ഞേ. ഞാൻ തിരിയുമ്പോ ഇപ്പൊ കണ്ടോ ഗൈസ്? റൈന തിരിഞ്ഞേ. ഞാൻ ഇപ്പൊ തിരിയുമ്പോ കണ്ടോ? ഓ എന്റെ മോനെ, അത് സീൻ കേട്ടാ. ഇത് രസമുണ്ട്, പിന്നെ രസമുണ്ട്. നമ്മുടെ അണ്ണൻ എവിടെ ഇരിപ്പുണ്ട്, അണ്ണനെ കാണിക്കാം. ഓക്കെ, അത് കഴിയുമ്പോ ഇവിടെ നല്ല രസമുണ്ട്, ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഫിഷ് കാര്യങ്ങൾ, മീനിന്റെ ഐറ്റംസ് ഒക്കെ. ഇവരൊന്നും അറിയുന്ന പോലും ഇല്ല നമ്മള് ഇവിടെ ഉള്ളത്. അവിടെ അവിടെ സ്റ്റേജില് പാട്ടിട്ടേക്കാണ്. ബേസ് വീണതിന്റെ ശരിക്കും അകത്ത് പോയാ കാണണ്ടോ? അയ്യോ, ബേസ് വീണപ്പോ അതുങ്ങളെല്ലാം പേടിച്ചോടുന്ന കാഴ്ചയാണ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു പോസ്റ്റ് തരൂ. ഞാൻ ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ ഈ സാധനത്തിനൊന്നും പോയിട്ടില്ല, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് കൊള്ളാം. ഈ സൗണ്ട് കേട്ടാണ് എല്ലാ ദിവസവും ഇത് ഇരിക്കുന്നത്. കഞ്ചാവ് അടിച്ച പോലെ ആയിരിക്കും ഇരിക്കുന്നത്. നിങ്ങള് ഫുള്ള് ട്രിപ്പായിട്ട് കട്ടായിട്ടിരിക്കുക. ഒന്നുമില്ല, നാരങ്ങാവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. നിന്റെ പൊക്കത്ത് സ്ട്രോബെറി ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു. ഞാൻ ഓറിയോ. ഇത് ചക്ക കരിക്ക്, ഫ്ലേവർ. ചക്കയും കരിക്കും. ചക്കയും കരിക്കും. കണാരനവിടെ അവന്റെ മറ്റേ ഇഗ്വാനെ പിടിക്കാൻ നേരം ബാഗ് ഊരിയാണോ വെച്ച്, അതിനകത്ത് പൈസയും പേഴ്സും അല്ല, അടുക്ക ഓടിയിട്ടുണ്ട്. പൈസ ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി. പുള്ളിയുടെ ഇന്ന് പരിപാടി കാണാൻ ആരെയും പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരിയുടെ മാത്രം പരിപാടി 1-ാം തീയതി ഉള്ളൂ. ബാക്കി പരിപാടി എല്ലാം ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇനി സാധനങ്ങളാണ്. ഫുഡ് ഐറ്റംസ് ആണ്. ഫുഡ് ഐറ്റംസ് ആണ്. കണാര നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു തരും. കണാര എന്നാണ് ഇപ്പൊ നമുക്ക് സ്പോൺസർ ചെയ്യുന്നത്. ഫ്ലെക്സ് ചെയ്യുന്നു, അത് കാണും. ഇമ്മോർട്ടൽസ് മെലൂഹ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച വായിച്ചു തീർത്ത. സീത ഇത് വായിച്ചു തീർത്ത. അത് റാം വായിച്ചു തീർത്ത. എടാ സീതയുടെ കഥ, സീത ജനിച്ച കാര്യങ്ങളും അമീഷ് എഴുതിയത്. ഫോട്ടോ കണ്ടപ്പോ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. അങ്ങനെ കഥ. ആംഗ്രി ബേർഡ്സ്
ആംഗ്രി ബേർഡ്സ്, ചോട്ടാ ഭീം, ഇതൊക്കെ നീ എടുത്ത് വായിക്കുക. അതേ നടക്കൂ തന്നെ കൊണ്ട്. ഇത് വേറെ ഏതോ ഭാഷ കേട്ടാ. സുമതിക്കൊക്കെ വേണ്ടിയുള്ള ബുക്കാണ്. സുമതി, ഇത് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. സുമതിക്ക് ഇത് മുട്ടയ്ക്ക്, ശരത്തിന് കറുത്ത ഏതല്ലോ നല്ല ബുക്ക്. ഇത് ശരത്തിന്റെ ബുക്ക്. ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യട്ടെ? കണാര കിട്ടി കിട്ടി. ഡാർക്ക് മാറ്റർ. നമ്മുടെ സാധനം കിട്ടി, നമ്മളെ ഐറ്റം കിട്ടി. ശരത്താണ് ഓതർന്ന് നോക്കി. ഇപ്പൊ ഡാർക്ക് മാറ്റേഴ്സിന്റെ കിട്ടിലെ ഒരു ബുക്കാണ്. മോട്ടിവേറ്റ് ആവൂലേ? മോട്ടിവേറ്റ് ആയി പോലെ വാങ്ങിച്ച് പൊട്ടിച്ച് മോട്ടിവേറ്റ് ആണ്. അതാണ് ബിസ്ക്കറ്റ് ബക്കറ്റ്. നമ്മളാണല്ലോ ചമ്പി. മെക്സിക്കൻ ആണ്. 150 രൂപ ഇത്രയും കയറിയിട്ട് ഒരെണ്ണം വാങ്ങിച്ചില്ലേ? ട്രേഡിങ് പഠിക്കാനുള്ള ബുക്ക് കണാരൻ ട്രേഡിങ്ങിന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അരവിന്ദ് പുള്ളി പറഞ്ഞ ബുക്ക് ഗീച്ചേട്ടാ കാര്യമായിട്ട് നോക്കിയോ ഗീച്ചേട്ടാ. ഇത് പല വീഡിയോ മോട്ടിവേഷൻ വീഡിയോക്കകത്തും കണ്ടിട്ടുള്ള ഇതാണ്. പിന്നെ വൺ പീസിന് എന്തോ ഒരു വലിയ സാധനം ഇരിപ്പുണ്ട് ഇവിടെ. നമ്മൾ ഈ സിനിമ കാണുന്നതിനെക്കാട്ടും ഈ ബുക്ക് വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റ് കിട്ടുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. സത്യസന്ധമായ കാര്യമാണ്. ബുക്കൊക്കെ വായിച്ചു തുടങ്ങണം. ഈ ഫോണും വ്ളോഗിങ് ഒക്കെ നിർത്തണം ആൾക്കാർ. അതെ, ഞാനിത് വാങ്ങിച്ചു. ഞാനിത് വാങ്ങിച്ചു. അച്ഛനത് വാങ്ങിച്ചു. നീ ഇത് വാങ്ങിച്ചോ? കാണിച്ച് ഏതാ ബുക്ക്? രാത്രി 12-ന് ശേഷം. രാത്രി 12-ന് ശേഷം. ഇതാ മറ്റേ ബുക്ക് റെയിനു. ഇതാണ് മറ്റേ ഒരുപാട് പേരുടെ ആരാധന പാത്രമായ ബുക്ക്. എന്താടാ നിയമം? നീ കയ്യിലെടുക്കണം പട്ടി. നിയമം നീ കയ്യിലെടുക്കടാ. കണ്ണന്റെ ബുക്ക്, കണ്ണന്റെ ഡിക്ഷണറി. ഓ ജാക്സൺ. എനിക്കിത് വാങ്ങിച്ചാ മൊത്തം വായിക്കാം. നല്ല പടമൊക്കെ ഉള്ള ബുക്ക് കാണാൻ. പടമുള്ളയാകുമ്പോൾ വായിക്കണ്ട, നമുക്കിങ്ങനെ മറച്ച് നോക്കിയാൽ മതി. പടം കണ്ടാ മതി. റെയിനോടെ ആ ചേട്ടൻ നറൂട്ടോ വേണമെന്ന് ചോദിക്കുന്നു. നറൂട്ടോ അത് കഴിഞ്ഞ ഇത് വേണമെന്ന് യൂണിക്കോൺ മനസ്സിലായി പുള്ളിക്കാരന് പൂക്കിയുണ്ട്. പൂക്കി വൈബ് കിട്ടി. ഇതൊക്കെ വേണോന്ന് ചോദിക്കുന്നത്, ഡോറാമോൻ വേണോന്നൊക്കെ അത് പെണ്ണടാ. ഇതൊരു ഇത് പെന്നാന്ന് പറയുന്നു. വെറൈറ്റി കോപ്പിയൊക്കെ കൊണ്ടുപോയി അതില് കോപ്പിയൊക്കെ വെച്ചിട്ട് പോകാം പരീക്ഷയൊക്കെ ഉള്ളപ്പോ. പിള്ളേരൊക്കെ ഇത് ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ പഠിച്ചു വളരണം. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നിനക്ക് കോപ്പി അടിക്കാൻ എന്തോ രാവിലെ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുന്നതിനൊക്കെ എന്തോ കമ്പ്യൂട്ടർ ജീവ. അതെ, വീട്ടുകാരെ കണ്ടിട്ട് 1 മാസമായി. അത് മതി നിനക്കുള്ള സാധനം. ഇത് മറ്റേ വടിവാൾ കവനിയ ശേഖരൻ, മലപ്പുറം കത്തി. ഇതൊന്നും നമ്മുടെ ഏരിയ അല്ല ചേട്ടാ. ഇത് ഇഷ്ടമാണല്ലോ. നമ്മളൊരു മുട്ടായി വാങ്ങിക്കണം. ഇത് പറഞ്ഞ എടുത്തോ. സോറി ബ്രോ. പഴയ കോയിൻ മുട്ടായി. ഇത് നഷ്ടമാണ് കോയിൻ മുട്ടായി. പുളി എനിക്ക് വേണ്ട. ഐ ഡോണ്ട് ലൈക്ക് പുളി. പപ്പടമാണ്. തക്കാളിയും ചുവന്നുള്ളിയും ഉള്ള പപ്പടം. 100 രൂപയുടെ പാക്കറ്റ് നമ്മൾ വാങ്ങി. ഇയാൾ മരിക്കേണ്ട സമയം കൈകരിക്കണം. गाड़ी में कोई आपका बीमार नहीं भाई. വയനാടൊക്കെ രക്ഷപ്പെട്ട്. हीट ज़्यादा है, बहुत हीट ज़्यादा है. जो सफर का सोते है ना, आंखों में जलन ज़्यादा होता है.
വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ഉറങ്ങരുത്, മനസ്സിലായോ? बराबर बराबर। और क्या है मालूम भैया, ये कोलेस्ट्रॉल थोड़ा थोड़ा स्टार्टिंग अभी है, स्टार्टिंग से कम करेगा तो आपका लाइफ में जय बढ़ेगा। मेरा भी देखो, नहीं एक पैकेट बना के देगा उसको। आपका कैसा भाई, आपका बॉडी आपका कैसा? अच्छा है। नहीं बॉडी आपका हीट मीट सब कुछ नहीं है, बराबर है। हाई पावर में थोड़ा कम है, ब्लड सर्कुलेशन कम हाई पावर में थोड़ा कम है, वो खाली वही आपका है 0.7 है, हाँ। 0.7। ശാരീരിക ഉത്തേജനം കിട്ടാനുള്ള മറ്റേ ഡ്യൂറേഷൻ ഉള്ള സാധനം ഓർത്തിട്ടിരിക്കുന്ന हाई കഴിവ് पावर कम होता തീറ്റയൊക്കെ കുറച്ച് ബോഡി ഫിറ്റ് ചെയ്യണം എന്നുള്ള സാധനം. അപ്പൊ അവരുടെ ഇതൊക്കെ വലിച്ച് തിന്നു കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് മാറും എന്നുള്ളതാണ്. അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അണ്ണ ഉദ്ദേശിച്ച് മറ്റേ ടൈമിങ് കൂട്ടാനുള്ള പരിപാടിയാണ്. അയ്യോ അച്ചാറി വേണം. വൈകുന്നേരം സേവയ്ക്കൊക്കെ ഇരിക്കുന്ന ഇത് കഴിഞ്ഞ് കഴിക്കാൻ നല്ല സാധനമാണ്. അയ്യോ അച്ഛൻ്റെ അച്ചാറ് ബജ്ജി അടിക്കാം. നമ്മളെന്ത് ചെയ്താലും ബജ്ജി കഴിക്കും. ഇനി ഇവിടെ പെരുന്നാൾ സെറ്റപ്പാണ് ഗൈസ്. അതിൻ്റെയും പാട്ടിൻ്റെ ബീറ്റ് കേട്ടോ. എനിക്ക് അൽഫാം വേണം. അൽഫാം വാങ്ങിച്ചു തരുമോ നീ? സ്ട്രീറ്റ് അറേബ്യൻ ഹോട്ടലിലാണ് നമ്മുടെ അൽഫാം ഷർമ പിസ ഉണ്ട് ഇവിടെ. പത്തനംതിട്ട പിസ ഉണ്ട്. പിന്നെ മുകളിൽ സീറ്റ് ഉണ്ട്, മുകളിൽ ഇരിക്കാൻ പറ്റും, മുകളിൽ ഇരിക്കാൻ പറ്റും. ഇവിടെ ടോപ്പ് ഏരിയയിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത്. വളരെ എങ്ങനെയുണ്ട്? ഞാൻ ഹണി പെരിപ്പരി അല്ലേ, പെരിപ്പരി ഏകദേശം ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ സ്വന്തമായിട്ട് ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്ത് പാട്ടൊക്കെ ഇടാം. നമ്മളിപ്പോൾ നമ്മുടെ ഫോണിൽ പാട്ടിട്ടേക്കുക. അത് കൊള്ളാമല്ലേ? ഇവനാണെങ്കിൽ ഹണി ചിക്കൻ വാങ്ങിച്ചത് ഹണി ട്രാപ്പ് ചെയ്തു. ഇവൻ്റെ പൈസ ഇല്ലെന്ന്. തെണ്ടി. അഥവാ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങി തന്നില്ലെങ്കിലും മാനേജർ നമ്മുടെ കൂട്ടുകാരനായോണ്ട് അരിയാട്ടാ മയ്യേ. ഫണ്ട് കാണാരം പറഞ്ഞു, ഫണ്ട് വന്നോ കാണാനിട്ടോ. അപ്പൊ ഇന്നത്തെ കഴിപ്പ് കഴിഞ്ഞ ഭയങ്കര ഉണ്ടായിരുന്നു ഇവിടുത്തെ. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അങ്ങനെ വിഷമിക്കാനുള്ള ഒന്നും ഇവിടെ നടന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ വിഷമിക്കുന്നത്. നമ്മൾ വിഷമിക്കുന്ന കാണുമ്പോഴാണ് ചുറ്റുമുള്ളവർ നമ്മളെ പരിഹസിക്കുന്നത്. സത്യം. നമ്മൾ കാറിലോട്ട് കയറുമ്പോൾ ഇങ്ങോട്ട് എടുക്കോ. അപ്പൊ നമ്മള് ബാക്ക് ടു ഹോം ഗായ്സ്. നമ്മളൊരു ചുമ്മാ ചലഞ്ച് ഗെയിം, ഒരു ഫൺ ഗെയിം. നബിയുടെ പേരെന്താണ്? എന്റെ യൂട്യൂബിൽ കമന്റ് വന്നതാണ്. ഇതൊരു കറങ്ങുന്ന നബി നിന്റെ അച്ഛൻ കാര്യം പറഞ്ഞു. കറങ്ങുന്ന ഒരു സാധനമാണ് ഇത്. സ്പൈഡർമാൻ അല്ല, ബാറ്റ്മാന്റെ ഇത് ഇങ്ങനെ കറങ്ങും. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ആരാണ് കറങ്ങുന്നതെന്ന് നോക്കുന്ന മത്സരമാണ്. ഏറ്റവും കൂടുതൽ ഒറ്റ ട്രൈ അതിപ്പോ ചീറ്റി പോയാലും തീർന്നു. 3, 2, 1. ഓക്കെ. 23:80. 23:80 എൻ്റെ റെക്കോർഡ്. 23:80. ഓക്കെ. Are you ready? ഓക്കെ. 3, 2, 1 go. പയ്യെ കളിക്കാൻ കുറേ നേരം കാണും, സ്പീഡിൽ കളിക്കാൻ കുറച്ച് നേരം കാണും. എന്ത് ഞാൻ നല്ല അടിപൊളിയായിട്ട് കളിക്കും. ഞാൻ ജയിച്ചു. നീ 22 23:80. ഒന്നുകൂടെ. അപ്പൊ ആ ഫൺ ഗെയിമിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ഈ ഫൺ ഗെയിമാ ബ്രോ, ഇതില് ജയിക്കാൻ തോൽവിയൊന്നുമില്ല. അതാ നീ ജയിച്ചിരുന്നു, അതല്ലല്ലോ പറയുന്നത്. ഇവൻ പറ്റിച്ചാ, ഇവൻ ടൈമർ 1 സെക്കൻഡ് സ്കിപ്പാക്കി. 1 സെക്കൻഡ് ഞാൻ ജയിച്ചു. ഇത് അവൻ അക്സെപ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നില്ല. അക്സെപ്റ്റ് ചെയ്യടാ, ഇന്നെങ്കിലും തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുന്ന ജോസഫ് പന്ന കഴിയുന്നതൊക്കെ എത്ര എന്തേണ്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ വേറൊരുത്തൻ. നമ്മൾ ഇന്ന് വാങ്ങിച്ചാണിത്. ഇവനും കറങ്ങും. ഇവൻ ബ്ലാക്കാ.
ഇട്ട് കാണിച്ചു. പിന്നെ വേറൊരുത്തനുണ്ട്. അവനെ കീച്ചാനിട്ട്. അവനവിടെ കീച്ചാൻ കീറ് എന്തായാലല്ലേ വാഴപ്പിണ്ടി എന്തിന്ന് വാങ്ങിച്ചു. ആ എൻ്റെ കാലട സ്പൈഡർമാൻ വന്നു ഇതേ അല്ലേ. അപ്പം സ്പൈഡർമാനാണ്. ഇവനെയാണ് നമ്മൾ വേറെ വാങ്ങിച്ചത്. ഫോക്കസ് ആട്ടെ. മറ്റേത് വാങ്ങിയില്ലായിരുന്നോ? ഡെഡ്പൂൾ വാങ്ങിയില്ല. പിന്നെ ഇത് തന്നെ ഡെഡ്പൂളിൻ്റെ അച്ഛനായത്. അതല്ല, വേറെ ഈ ഡെഡ്പൂളിന്റെ കണ്ണ് രണ്ടെണ്ണുണ്ടായതാ. അപ്പം ഇത്രയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. വിളിച്ചാൻ പറ്റത്തില്ല, ഞാൻ ചാത്തന അറിയാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കണാരൻ അൽഫാം വാങ്ങിച്ചു തന്നു. ഞാൻ ഇപ്പോൾ പഠിച്ച് ഒന്നുകൂടി വേറെ എവിടെയും വല്ല പള്ളിപ്പെരുന്നാളിന് പോയി ഇറങ്ങും. അപ്പൊ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാ ദിവസവും പറ്റുവാണെങ്കിൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാം. കണാര സൈൻ ഓഫ് പറ. നന്ദി, നമസ്കാരം. ഓക്കെ ബൈ. പീസ് ഔട്ട്. ബൈ. കളഞ്ഞ് പഠിച്ചടാ.